ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അനധികൃതമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടപടിയെടുക്കുമെന്ന അറിയിപ്പുകൾ എത്തുന്നത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ധനവകുപ്പ് പദ്ധതിയിട്ടു. വലിയ വീട്, വണ്ടി, വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് സംശയ പട്ടിക തയ്യാറാക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും. അതോടൊപ്പം ആദായനികുതി അടക്കുന്നവരുടെ വിവരവും തേടും. ഇതിനായി മുഖ്യമന്ത്രി തന്നെ ആദായനികുതി വകുപ്പിന് കത്ത് നൽകും. പെൻഷൻ ഗുണഭോക്താവിന്റെ ആധാർ, മൊബൈൽ നമ്പർ എന്നിവ നൽകിയാണ് പരിശോധനകൾ നടത്തുക. ഈ വിധത്തിൽ തയ്യാറാക്കുന്ന സംശയ പട്ടിക തദ്ദേശ സെക്രട്ടറിമാർക്ക് കൈമാറും. പിന്നീട് അവർ തദ്ദേശ സ്ഥാപനത്തിലെ മറ്റുദ്യോഗസ്ഥരുടെ സഹായത്തോടെ നേരിട്ട് ഗുണഭോക്താവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയ പട്ടികയിലുള്ളവർ അർഹനാണോ അനർഹനാണോ എന്ന് കണ്ടെത്തുന്നത്. അനർഹനാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതോടൊപ്പം തന്നെ ഇതുവരെ അനധികൃതമായി വാങ്ങിയ പെൻഷൻ തിരികെ ഈടാക്കാനുള്ള നടപടിയുമുണ്ടാകും. ക്ഷേമ പെൻഷൻകാർ മരിച്ചാൽ അവരുടെ പെൻഷൻ വിതരണം ഉടൻ നിർത്തലാക്കുന്നതിനും തദ്ദേശ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡ് വാങ്ങി ആ നമ്പർ ഉപയോഗിച്ച് ഇവർ പെൻഷൻ വാങ്ങുന്നവരാണോ എന്ന് സേവന സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണം. ഇവർ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അത് ഉടൻ നിർത്തണം. അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിന് പകരം പ്രതിമാസ മസ്റ്ററിംഗ് ഏർപ്പെടുത്തും. ഇതിനായി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ വഴി മസ്റ്ററിംഗ് നടത്താനാണ് നീക്കം. മാത്രമല്ല, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിനെ കെ-സ്മാർട്ടുമായി ബന്ധിപ്പിക്കും. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ അടുത്ത വാർഷിക മസ്റ്ററിംഗ് വരെ ആ ഗുണഭോക്താവിന്റെ വീട്ടുകാർ പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഈ പ്രതിമാസ മസ്റ്ററിംഗ് വഴി സാധിക്കും. ഈ പുതിയ നടപടികളിലൂടെ അർഹർക്ക് മാത്രം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ക്രമീകരണത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.